ലോകത്തെ നടുക്കിയ ടൈറ്റാനിക് കപ്പൽ ദുരന്തം നടന്നത് 1912-ലാണ്. ബ്രിട്ടനിലെ സതാംപ്ടണിൽ നിന്ന് US-ലെ ന്യൂയോർക്കിലേക്കുള്ള യാത്രയാണെന്ന് ദുരന്തമായി മാറിയത്. 2200 പേരായിരുന്നു അന്ന് കപ്പലിലുണ്ടായിരുന്നത്. കപ്പൽ മഞ്ഞുമലയിൽ ഇടിക്കുകയും 1500 ജീവനുകൾ അന്ന് നഷ്ടമാവുകയും ചെയ്തു. വർഷങ്ങൾക്കിപ്പുറം 1958-ൽ കപ്പൽ അവശിഷ്ടം കണ്ടെത്തി. കപ്പൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിരവധി പര്യവേഷണങ്ങളാണ് അന്നു മുതൽ തുടങ്ങിയത്. ഇന്നിപ്പോൾ ഈ ദുരന്ത കാഴ്ചകളും അവശിഷ്ടങ്ങളും കാണാനായി പോയ വിനോദസഞ്ചാരികൾ എവിടെയെന്നതാണ് ഏവരെയും ആശങ്കയിലാക്കുന്നത്. കാനഡയിൽ നിന്നാണ് വിനോദസഞ്ചാരികളുമായി അന്തർവാഹിനി പുറപ്പെട്ടത്. 5 പേരാണ് അന്തർവാഹിനിയിൽ ഉള്ളത് എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. BBC ആണ് അന്തർവാഹിനി കാണാതായ വിവരം റിപ്പോർട്ട് ചെയ്തത്. എപ്പോഴാണ് അന്തർവാഹിനി കാണാതായതെന്നോ കൃത്യമായി എത്ര പേരുണ്ടായിരുന്നു എന്ന് ഇപ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് പോലും വ്യക്തതയില്ലാത്ത അവസ്ഥയാണ്. യാത്രയുടെ സംഘാടകർ ഓഷ്യൻ ഗേറ്റ് എന്ന കമ്പനിയാണ്. സാഹസ്യമായ പല യാത്രാ പരിപാടികളും സംഘടിപ്പിക്കുന്നവരാണിവർ. 8 ദിവസത്തെ സാഹസിക യാത്രയാണ് ഈ കമ്പനി സംഘടിപ്പിച്ചത്. ഓരോ യാത്രക്കാരിൽ നിന്നും 2 കോടി കമ്പനി ഈടാക്കിയെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കാണാതായവരെ എത്രയും വേഗം കണ്ടെത്തുമെന്നും നല്ല വാർത്ത ഉണ്ടാകുമെന്നുമാണ് കമ്പനി അവകാശപ്പെടുന്നത്. US കോസ്റ്റ് ഗാർഡ് വിപുലമായ രീതിയിൽ രക്ഷാപ്രവർത്തനവും നടത്തുന്നുണ്ട്. എന്തായാലും വലിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാണാതായവരെ എത്രയും വേഗം കണ്ടെത്തുമെന്നും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം.